മഴ എന്നും അനഘ അത്തി ഓർമ്മകൾ തന്നിരുന്നു. നനഞ്ഞ മണ്ണിന്റെ ഗന്ധം, മേൽക്കൂരകളിലെ മൃദുവായ ഡ്രം ശബ്ദം, ലോകം എങ്ങനെ മന്ദഗതിയിലായി, അത് അവളെ എപ്പോഴും പഴയ വീടിന്റെ ടെറസിൽ ചെലവഴിച്ച ബാല്യകാല വൈകുന്നേരങ്ങളിലേക്ക് കൊണ്ടുപോയി. വർഷങ്ങൾക്ക് ശേഷം ആ വൈകുന്നേരം അവൾ വീണ്ടും അതേ ടെറസിൽ തന്നെ കണ്ടെത്തി. വീട് പഴയതുപോലെയായിരുന്നു. ചുവരുകളിൽ വിള്ളലുകളുണ്ടായിരുന്നു, പക്ഷേ കാഴ്ചയിൽ മാറ്റമൊന്നുമില്ലായിരുന്നു. ചക്രവാളത്തിൽ ഉരുണ്ടുകൂടുന്ന അനന്തമായ ചാരനിറത്തിലുള്ള മേഘങ്ങൾ. അവൾ റെയിലിംഗിൽ ചാരി കണ്ണുകൾ അടച്ചു കിടന്നു. അപ്പോൾ പരിചിതമായ ഒരു ശബ്ദം അവളെ ഞെട്ടിച്ചു. ചില കാര്യങ്ങൾ ഒരിക്കലും മാറില്ല, അല്ലേ? അനഘ തിരിഞ്ഞു നോക്കി. മഴയിൽ ചെറുതായി നനഞ്ഞു കുതിർന്ന നിലയിൽ വാതിൽക്കൽ നിൽക്കുന്നത് രാഘവായിരുന്നു. അവളുടെ ബാല്യകാല ഉറ്റ സുഹൃത്ത്, അവളുടെ ആദ്യത്തെ രഹസ്യ പ്രണയം. എണ്ണമറ്റ തവണ അവളുമായി ഈ ടെറസ് പങ്കിട്ട ആൺകുട്ടി, ഏകദേശം ഒരു ദശാബ്ദക്കാലമായി അവൾ കണ്ടിട്ടില്ലാത്തയാൾ. ഒരു നിമിഷം വാക്കുകൾ വന്നില്ല. അവൾ പുഞ്ചിരിച്ചു. രാഘവ്, നീ ഇപ്പോഴും ഇവിടെ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അവൻ പതുക്കെ ചിരിച്ചു. നീ തിരിച്ചു വരുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പഴയ സിമന്റ് ബെഞ്ചിൽ ഇരുവശവും ഇരുന്നു, മഴ പെയ്യുന്നത് നോക്കി. കുറച്ചു നേരത്തേക്ക് മൗനം വാക്കുകളേക്കാൾ ഉച്ചത്തിൽ സംസാരിച്ചു. അവർക്കിടയിലെ വർഷങ്ങൾ അലിഞ്ഞുപോയി. തെരുവിലൂടെ കടലാസ് ബോട്ടുകൾ പറത്താൻ മഴ നിലയ്ക്കുന്നതും കാത്തിരിക്കുന്നതും അവർ വീണ്ടും കൗമാരക്കാരായതുപോലെ തോന്നി. ഒടുവിൽ രാഘവൻ നിശബ്ദത ഭഞ്ജിച്ചു. ഓർമ്മയുണ്ടോ, മഴയാണ് നിന്റെ ഉറ്റ സുഹൃത്ത് എന്ന് നീ പറയാറുണ്ടായിരുന്നു. അനഘ തലയാട്ടി. കാരണം മഴ ഒരിക്കലും ചോദ്യങ്ങൾ ചോദിച്ചില്ല. അത് കേട്ടോ? അവൻ അവളെ നോക്കി, ശരിക്കും നോക്കി. ഒരിക്കൽ നിശബ്ദമായി സ്നേഹിച്ചതും എന്നാൽ ഒരിക്കലും സമ്മതിക്കാത്തതുമായ അതേ പെൺകുട്ടിയെയാണ് അവൻ കണ്ടത്. പറയാത്ത വർഷങ്ങളുടെ ഭാരം കൊണ്ട് അവന്റെ ഹൃദയം വേദനിച്ചു. അനഘ, അവൻ സൗമ്യമായി പറഞ്ഞു, നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ജീവിതം നമ്മളെ വേർപെടുത്താൻ അനുവദിച്ചില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അവളുടെ ശ്വാസം നിലച്ചു. അവന്റെ നോട്ടം കാണാൻ അവൾ തിരിഞ്ഞു. അവരുടെ ചുറ്റും മഴ നിലച്ചതുപോലെ തോന്നി. എനിക്ക് തോന്നുന്നു, അവൾ മന്ത്രിച്ചു. എനിക്ക് വേണ്ടതിലും കൂടുതൽ തവണ. ഒരു ഇടിമുഴക്കം ആ നിമിഷത്തെ തകർത്തു. പക്ഷേ രണ്ടും അനങ്ങിയില്ല. പറയാത്ത വാക്കുകൾ കൊണ്ടും പങ്കുവെക്കാത്ത ഓർമ്മകൾ കൊണ്ടും അവർക്കിടയിലെ അന്തരീക്ഷം കനത്തതായിരുന്നു. പതുക്കെ രാഘവ് കൈ നീട്ടി. അവൾ മടിച്ചു നിന്നു. പിന്നെ തന്റെ കൈ അവന്റെ കയ്യിൽ വെച്ചു. അന്തരീക്ഷത്തിലെ തണുപ്പിനെ വകവയ്ക്കാതെ ഇരുവരിലും ചൂട് നിറഞ്ഞൊഴുകി. വർഷങ്ങൾ, ദൂരം, നിശബ്ദത എല്ലാം മാഞ്ഞുപോയി. അവശേഷിച്ചത് വളരെക്കാലം മുമ്പ് അവർ രണ്ടുപേരും അറിഞ്ഞിരുന്ന സത്യം മാത്രമായിരുന്നു. ചില ബന്ധങ്ങൾ ഒരിക്കലും മരിക്കുന്നില്ല, അവ കാത്തിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ചുറ്റും മഴ പെയ്തുകൊണ്ടിരുന്നപ്പോൾ അനഘ പുഞ്ചിരിച്ചു. ഒരുപക്ഷേ, അവൾ മൃദുവായി പറഞ്ഞു, മഴ എന്നെ തിരികെ കൊണ്ടുവന്നു. ഈ ടെറസിലേക്ക് മാത്രമല്ല, നിന്നിലേക്കും. രാഘവ് അവളുടെ കൈ പിടിച്ചു. അവന്റെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. എങ്കിൽ ഇനി ഒരിക്കലും ഞാൻ മഴയെക്കുറിച്ച് പരാതിപ്പെടില്ല. അവിടെ, നരച്ച ആകാശത്തിനും അനന്തമായ മഴയ്ക്കും കീഴിൽ, രണ്ട് ഹൃദയങ്ങൾ ഒടുവിൽ പരസ്പരം തിരിച്ചുവരവ് കണ്ടെത്തി.